ചെറുവത്തൂർ കാരിയിൽ ദിനേശ് ബീഡി ബ്രാഞ്ചിന് മുന്നിൽ പതിറ്റാണ്ടുകളായി സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കരിമരമുണ്ട്. തെണ്ടുമരം എന്ന് വിളിക്കുന്ന ഈ മരത്തിന്റെ ഇലകളാണ് ബീഡി തെറുപ്പിന് ഉപയോഗിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നും വിത്തെത്തിച്ചാണ് ദിനേശ് ബീഡിയുടെ ആദ്യകാല പ്രവർത്തകർ ഇതിവിടെ നട്ടുവളർത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ചെറുവത്തൂർ കാരിയിൽ കഴിഞ്ഞാൽ പിന്നെ തെണ്ടുമരമുള്ളത് കണ്ണൂർ പയ്യാമ്പലത്തുള്ള ദിനേശ് ബീഡി ആസ്ഥാനത്താണ്. 4.5 പതിറ്റാണ്ട് മുമ്പ് ദിനേശ് ബീഡിയുടെ പ്രതാപകാലത്ത് ഉത്തരേന്ത്യയിൽ നിന്നും ഇലക്കൊപ്പം എത്തിച്ചതാണ് ഇതിന്റെ വിത്തുകളും. നിറയെ ഇലകളുമായി മരം വളർന്നു വലുതായെങ്കിലും ഇതിന്റെ സംസ്കരണ രീതി അറിയാത്തതിനാൽ ഇലകൾ ഇതുവരെ പറിച്ചുപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. ബീഡി നിർമ്മാണത്തിൽ പുകയില പൊതിയുവാനുള്ള ഇലയായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇല എടുക്കാൻ പോയപ്പോ അന്ന് കുരു കൊണ്ടുവന്നിട്ട് നട്ടതെന്നാ പറയുന്നത്. ഇത് കുറച്ചു കാലം നമ്മളെടുത്ത് ഇല ഉപയോഗിച്ചിട്ട് വീട് തെരച്ച് കൊടുത്തിന്. ഇതിപ്പം മൂത്ത് ഇങ്ങനെ നല്ല പൊട്ടിക്കേറിയില്ലേ, നല്ല തിരിയല വരുമ്പോൾ അത് പറിച്ചെടുത്തിട്ട് നമ്മങ്ങനെ പ്രസ്സാക്കിയിട്ട് കെട്ടി വെച്ചിട്ട് കുറെ അന്നേരം സൊസൈറ്റിയിലേക്ക് കൊടുത്തയച്ചിന്. ആന്ധ്ര, മഹാരാഷ്ട്ര, ഒഡീഷ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ കാടുകളിലാണ് തെണ്ടുമരം ധാരാളമായുള്ളത്. ഛത്തീസ്ഗഡിൽ ഇത് കൃഷി ചെയ്യുന്നുമുണ്ട്. അവിടെ നിന്നും പറിച്ചെടുത്ത് ഉണക്കി സൂക്ഷിക്കുന്ന ഇലകൾ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ബീഡി കമ്പനികളിലേക്ക് എത്തിക്കുന്നത്. ബീഡി ഇലകൾക്ക് ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ഇവ പറിച്ചെടുത്ത് സംസ്കരിച്ച് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള ആലോചനയിലാണ് ഇവിടുത്തെ ബീഡി തൊഴിലാളികൾ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.